ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫുഡ് പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബക്ലാവയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ബക്ലാവ എന്ന് പറയുന്നത് ഒരു തുർക്കിഷ് ഡെസേർട്ടാണ് കേട്ടോ. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. സാധാരണ ബക്ലാവ ഉണ്ടാക്കാനായിട്ട് ബക്ലാവ ഡോ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോണത് കേട്ടോ. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് കുറച്ച് നട്ട്സ് ആവശ്യമുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വാൾനട്ട്, കാഷ്യൂ, പിസ്ത എന്നിവയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു ട്രേയിലേക്ക് സമൂസ ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് ഈ ട്രേയുടെ അളവിനനുസരിച്ച് നമ്മുടെ സമൂസ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫസ്റ്റത്തെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുള്ള ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നട്ട്സും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഒരു 5-6 ലെയറെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവണിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അതിനായിട്ട് 1.5 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യിപ്പിക്കുകയാണ്. അതിലേക്ക് ഓൾറെഡി 2 ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ലെമൺ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് അതിലിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ. എന്നിട്ട് അതിനുശേഷം അത് ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബക്ലാവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സമൂസ ഷീറ്റ് അവൈലബിൾ ആയിരിക്കും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്